ഇനിയിപ്പോ ഒന്ന് ട്രോളൊക്കെ കൊണ്ട് ആക്രമിച്ചു കളയാമെന്നായിരിക്കുമല്ലേ വിചാരിക്കുന്നത്? നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ಏನಾಯ್ತು? ಸೈಲೆನ್ಸರ್ ಒಳಗೆ ನೀರ್ ಹೋಯ್ತು ಅನ್ಸುತ್ತೆ ಬಾಸ್. ಗಾಡಿ ಮುಂದೆ ಹೋಗೋದು ಡೌಟ್. ಅಯ್ಯೋ ಅಜ್ಜಯ್ಯ, ಸೂರಿ ಏನೋ ಮಾಡೋದೀಗ? ಇದೇ ನಿನ್ ಬ್ರ್ಯಾಂಡ್ ಬೆಂಗಳೂರನ್ನ. ಮಳೆ ಬಂದ್ರೆ ಸಾಕು ಹಿಂಗೆ ಆಗತ್ತೆ. ಸುಮ್ನೆ ಈಚ್ಕೊಂಡು ಹೋಗೋಣ, ಆಗ ಬೇಗ ಹೋಗ್ತೀವಿ. ಹಾ ಸರಿ. A few moments later. ಸುಮ್ನೆ ಇರೋ. ಗಲೀಜ್ ನೀರಲ್ಲಿ ಈಸ್ಕೊ ಬಂದಿದ್ದಕ್ಕೆ ಮೈಯೆಲ್ಲ ಕಡಿತಾ ಐತೆ. ಗಲಾಟೆ ಮಾಡಿದ್ರೆ ನೋಡಿ. ബംഗളൂരുവിന്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു DK ശിവകുമാർ. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പരിഹാസം. ഇങ്ങനെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടോ ബംഗളൂരുവിൽ ഇപ്പോ? ശ്രീജ, നഗരത്തിലെ ഏറ്റവും വലിയ ശാപം ട്രാഫിക് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ വെള്ളക്കെട്ടായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേവലം അരമണിക്കൂർ മഴ പെയ്തപ്പോൾ തന്നെ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ, സെൻട്രൽ ബംഗളൂരുവിന്റെ പല ഭാഗങ്ങളും വെള്ളം നിറഞ്ഞ് ആളുകൾക്ക് പോകാതെ, അതായത് റോഡിൽ ഏതാണ്ട് അരയ്ക്കൊപ്പം വെള്ളത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഏറ്റവും കൂടുതൽ മലയാളികളുടെ പടിവാളയുടെ ഭാഗത്ത്, സിൽക്ക് ബോർഡ് ഏരിയയിലൊക്കെ, റിംഗ് റോഡിന്റെ പല ഭാഗങ്ങളൊക്കെ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ കൂടി പരിഹാസം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ BJP പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് ബംഗളൂരു വികസനത്തിന്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു DK ശിവകുമാർ. ആ DK ശിവകുമാർ ഉള്ളപ്പോൾ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നാണ് BJP ആരോപിക്കുന്നതും പരിഹസിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുഖ്യമന്ത്രി ആവാൻ പോകുന്ന DK ശിവകുമാറിന് നീന്തി പോകേണ്ട, ഒരു മഴ പെയ്താൽ വൈകിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. സാധാരണ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് വൈകിട്ട് നല്ല മഴയാണ്, പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടാറുണ്ട്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ DK ശിവകുമാറിനും അദ്ദേഹത്തിന്റെ സഹോദരനും ഇങ്ങനെ വെള്ളത്തിലൂടെ നീന്തി പോകേണ്ട ഒരു അവസ്ഥ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിഹാസമാണ് ഈ AI വീഡിയോയിലുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ നിരവധി വീഡിയോകൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് BJP IT സെല്ലിന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങുന്നുണ്ട്. അതിൽ ഒടുവിൽ ഇറങ്ങുന്നതാണ് ഇപ്പോൾ ഈ ബംഗളൂരു ആളുകളെ, അതായത് ഇപ്പോൾ ജനങ്ങളെ അങ്ങനെ മഴവെള്ളത്തിലൂടെ നീന്തിയൊന്നും, വലിയ വണ്ടിയായിരിക്കും, അതുകൊണ്ട് വലിയ പ്രശ്നം വരില്ല. പക്ഷെ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് കരുതാം. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കന്നഡ സിനിമ പോലെ സംഭവ ബഹുലമാണ് DK ശിവകുമാർ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ജീവിതം. കോടീശ്വരനാണ്, ശതകോടീശ്വരനാണ്. ഇന്ത്യയിൽ എവിടെയും കോൺഗ്രസിനൊരു പ്രശ്നം വന്നാൽ അവിടെ ട്രബിൾ ഷൂട്ടറായി ആളും അർത്ഥവും കൊണ്ടെത്തുന്ന ആളാണ് DKസിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കർണാടകയുടെ മുഖ്യമന്ത്രി ആവുക എന്നത്. 3 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 3 വർഷം മുൻപ് തന്നെ അതിനുള്ള സാഹചര്യമൊക്കെ ഒരുങ്ങിയെങ്കിലും അന്ന് സിദ്ധരാമയ്യയ്ക്ക് ടേൺ കൈമാറി. ഇപ്പോൾ ആ ആഗ്രഹ സഫലീകരണത്തിന്റെ ദിവസമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നനായ രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് DK ശിവകുമാർ. അപ്പോൾ DK ശിവകുമാർ ഇന്ന് തൊട്ട് ഒരു DK യുഗം ആരംഭിക്കുകയാണ്. നമ്മൾ മലയാളികൾക്കും ഒരു DK ഓർമ്മയുണ്ട് അല്ലേ? ലാൽ സലാമിലെ DK. നമ്മൾ DK എന്ന് പറയുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ കർണാടകയിലൊക്കെ DKS എന്നാണ് വിളിക്കുന്നത്. പക്ഷെ മലയാളികൾക്ക് ആ DK കണക്ട് ഉള്ളത് കൊണ്ട് മലയാളികൾക്ക് അത് DK ആണ്. എന്തായാലും DK യുഗം ഇന്ന് വൈകിട്ട് ആരംഭിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാവുന്നു കർണാടകയിൽ, ബംഗളൂരുവിൽ. നമുക്ക് തത്സമയം വൈകിട്ട് ആ ദൃശ്യങ്ങളൊക്കെ കാണാം.